ഡേവിഡ് ലവ്, രചന നന്ദന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോൾ അതിന് എത്ര പൊതിഞ്ഞു പിടിച്ചിട്ടൊരു കാര്യമല്ല. സൂര്യമംഗലത്തെ അവകാശിയായിട്ട് ഒരിക്കലും ഈ കുഞ്ഞു വളരില്ല. അതിന് ഈ നാരായണവർമ്മ അനുവദിക്കില്ല. പിന്നെന്തിനാ മോള് വെറുതെ കഷ്ടപ്പെടുന്നത്? അയാൾ പറയുന്ന കേട്ടുവെങ്കിലും അതിന് മറുപടിയൊന്നും പറയാതെ രാജേശ്വരി അയാളെയും ഗോവിന്ദനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. മോള് നിന്ന് സമയം കളയാതെ ആ കുഞ്ഞിനെങ്ങ് തന്നിട്ട് വേഗം വീട്ടിൽ പോകാൻ നോക്ക്. സമയം പാതിരാത്രി കഴിഞ്ഞു. ഈ സമയത്ത് പെൺകുട്ടികൾ വീട്ടിൽ കിടന്നുറങ്ങിയാ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയല്ല. നീ എന്താ ഗോവിന്ദ മോളെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാത്തേ? അയാൾ രാജേശ്വരിയെ നോക്കിക്കൊണ്ട് ഗോവിന്ദനോടായി പറഞ്ഞു. അയാൾ അവിടെ അരികിലേക്ക് 2 ചൂട് വെച്ചു. ആ നിമിഷം ആൾ കുഞ്ഞിനൊന്നുകൂടി തന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. ഇല്ല, ഈ കുഞ്ഞിനൊന്ന് തൊടണമെങ്കിൽ ആദ്യം എൻ്റെ ജീവൻ നിങ്ങൾ എടുക്കണം. ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞതും നാരായണൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവളെ നോക്കി. വെറുതെ വാശി പിടിക്കാതെ മോളെ, നിന്റെ നല്ലതിനു വേണ്ടി അമ്മാവൻ പറയുന്നത്. ആളാണ് നയിപ്പിക്കാൻ എന്ന പോലെ ഗോവിന്ദനും പറഞ്ഞു. എന്ത് നല്ല 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് നല്ലതാ എനിക്ക് നേടിത്തരാൻ പോകുന്നു? ആൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഗോവിന്ദനും നാരായണനും പരസ്പരം നോക്കി. നീ സ്നേഹിച്ച നിന്റെ സൂര്യനെ നിനക്ക് വേണ്ടേ? അവൻ്റെ കൂടെ നിനക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ കുഞ്ഞെന്നും നിങ്ങളുടെ മനസ്സിലൊരു കരടായി തന്നെ നിൽക്കും. അതുകൊണ്ട് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കാത്തതാണ് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് നല്ലത്. നാരായണൻ പറഞ്ഞു കേട്ട് അവൾ അയാളെ ദേഷ്യത്തോടെ നോക്കി. അമ്മാവനെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? അമ്മാവന്റെ മകന്റെ കുഞ്ഞാ ഇത്. അമ്മാവന് സ്വന്തം ചോര. സ്വന്തം മകന്റെ കുഞ്ഞിനെ കൊല്ലാൻ അമ്മാവൻ ഇങ്ങനെയാ മനസ്സ് വരുന്നത്? ആൾ ഇറച്ചിയോടെ ചോദിച്ചു. അയാളൊന്ന് പുച്ഛിച്ചിരിച്ചു. എന്റെ മകന്റെ ചോരയാണെങ്കിലും പിറന്നത് ഈ നശിച്ചവളുടെ ഉദരത്തിൽ നിന്നല്ലേ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല. എന്റെ സൂര്യന്റെയും നിന്റെയും രക്തത്തിൽ പിറവിയെടുക്കുന്ന കുഞ്ഞിനെ മാത്രമേ ഈ നാരായണവർമ്മ അംഗീകരിക്കുകയുള്ളൂ. അയാൾ വാശിയോടെ പറഞ്ഞു. ആളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. അങ്ങനെ ഒരു കുഞ്ഞ് ഒരിക്കലും ഞങ്ങളിവിടെ പിറവിയെടുക്കില്ല അമ്മാവ. ഒരിക്കലും സൂര്യനാരായണനും രാജേശ്വരനും തമ്മിൽ ഒന്നാവുകയില്ല. ഉറച്ച ശബ്ദത്തിൽ അവർ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും ഗോവിന്ദൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. നീ എന്തൊക്കെയാ രാജി പറയുന്നത്? നിനക്ക് സൂര്യനെ ഇഷ്ടമായിരുന്നില്ലേ? ഗോവിന്ദൻ ചോദിച്ചിട്ട് അവളെ അയാളെ നോക്കി. അതെ, ഇഷ്ടമായിരുന്നു. എന്നാൽ സൂര്യന്റെ മനസ്സിനും ശരീരത്തിനും എന്നു മുതൽ മറ്റൊരു അവകാശം നേടിയോ അന്നു മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലില്ല. അത് എന്റെ ആരുമല്ല. പറയുന്ന കള്ളമാർന്ന പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അവൾ അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. അത് കേട്ട് ഗോവിന്ദൻ അവളോട് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അതിനെ തടയിട്ടുകൊണ്ട് അവളൊരു കയ്യാൽ അയാളുടെ കയ്യിൽ പിടിച്ചു. അച്ഛാ പ്ലീസ്, ദയവ് ചെയ്ത് ഈ കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഇവള് നമ്മുടെ ചോരയാ, നമ്മുടെ സൂര്യേട്ടന്റെ കുഞ്ഞ്. സൂര്യേട്ടൻ ജീവിക്കുന്ന പോലെ ഇന്ന് ഇവൾക്ക് വേണ്ടിയാ, ഇവളൊരു നോക്ക് കാണാൻ വേണ്ടി. അങ്ങനെയുള്ള ആ മനുഷ്യനെ തകർത്ത് കളയല്ലേ അച്ഛ, അമ്മാവ പ്ലീസ്. ആൾ ഇരുവരെയും നോക്കി ദയനീയമായി പറഞ്ഞുകൊണ്ടിരുന്നു. ആളുടെ ഉള്ളിൽ എങ്ങനെയും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൾ പറഞ്ഞു കേട്ട് ഗോവിന്ദന്റെ കണ്ണുകൾ നാരായണന്റെ നേർക്ക് നീണ്ടു. ഇല്ല രാജി, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞിന് ഇനി ആയുസില്ല. അതുകൊണ്ട് നീയായിട്ട് തന്നെ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക. എന്നിട്ട് മര്യാദക്ക് വീട്ടിൽ പോവാൻ നോക്ക്. നാരായണൻ കർക്കശമായ സ്വരത്തിൽ പറഞ്ഞു. അവൾ ദയനീയമായി അയാളെ നോക്കി. പ്ലീസ് അമ്മാവ, ഈ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. ഞാൻ അമ്മാവന്റെ കാല് പിടിക്കാം. ഇവളൊരു ശല്യത്തിന് നിങ്ങളുടെ അരികിലേക്ക് വരില്ല. ഞാൻ അമ്മാവന് വാക്ക് തരാം. പ്ലീസ് അമ്മാവ, ഇവളെ വെറുതെ വിടണം. ആൾ കുഞ്ഞിനെ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു. ഒരു നിമിഷം അയാൾ മൗനമായി നിന്നു. ശേഷം എന്തോ ഓർത്തിട്ടെന്ന പോലെ അയാളുടെ കണ്ണുകൾ രേവതിക്ക് നേരെയും തൊട്ടരികിലായി കിടക്കുന്ന പാർവതിക്ക് നേരെയും നീണ്ടു. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ ക്രൂരമായും തിളങ്ങി. ശരി, ഞാൻ ഈ കുഞ്ഞിനെ വെറുതെ വിടാം. പക്ഷെ ഒരിക്കലും ഇവൾ സൂര്യനാരായണന്റെ മകളാണെന്നോ സൂര്യമംഗലത്തെ ചോരയാണെന്നോ പുറംലോകം അറിയരുത്. എന്താ, നിനക്ക് സമ്മതമാണോ? അയാൾ അവളെ നോക്കി കുടിലതയോടെ ചോദിച്ചു. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നറിയാതെ അവൾ സംശയത്തോടെ അയാളെ നോക്കി നിന്നു. എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? അയാൾ ചോദിച്ചു. അവൾ ഇല്ലാന്ന രീതിയിൽ തലയാട്ടി. ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല മോളെ. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന വിവരം നമ്മൾ ഇത്ര പേരല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ലെന്ന അമ്മാവൻ ഉദ്ദേശിച്ച്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നാളെ പുറം ലോകം അറിയേണ്ടത് പാർവതിയുടെ കുഞ്ഞ് മരിച്ചു എന്നല്ല, രേവതിയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ്. പകരം രേവതിയുടെ മകൾ പാർവതിയുടെ മകളായി വളരണം. ഒരു നിമിഷം അയാളുടെ വാക്കുകൾ കേട്ട് അവൾ പകപ്പോടെ അയാളെ തന്നെ നോക്കി നിന്നുപോയി. അമ്മയിൽ നിന്നും കുഞ്ഞിനെ അകറ്റാനാണ് അയാൾ പറയുന്നത്. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ വേർപാട്. ഇതിലൊന്നും ഇവൾ സ്വീകരിച്ചേ മതിയാവും. എന്തു പാവം ചെയ്തിട്ടാണ് കുഞ്ഞെ നിനക്ക് ഇങ്ങനെയൊരു വിധി ദൈവം നൽകിയത്? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി. ഇരു കൈകളും മുറുക്കി പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നല്ല ഉറക്കത്തിലാണ് അവൾ. അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ കുഞ്ഞു നെറ്റിയിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ശേഷം മുഖമുയർത്തി അയാളെ നോക്കി. എന്താ, സമ്മതാണോ നിനക്ക്? അവളുടെ നോട്ടം കണ്ടതും അയാൾ അവൾ നോക്കി കുടിലതയോടെ ചോദിച്ചു.
നാളെ മുതൽ പുറലോകം അറിയപ്പെടുന്നത് രേവതിയുടെ കുഞ്ഞ് മരിച്ചു എന്ന വാർത്തയായിരിക്കും. പകരം ഇവള് പാർവതിയുടെ കുഞ്ഞായി അറിയപ്പെടും. ആൾ ദൃഢമായ സ്വരത്തിൽ അവരെ നോയിക്കൊണ്ട് പറഞ്ഞതും ആ ഒരു ഇരുവരുടെയും മുഖത്തൊരു വിജയശ്ശേരി തെളിഞ്ഞു. ഇനി നിനക്കെപ്പോഴെങ്കിലും ഈ വാക്ക് തെറ്റിക്കണമെന്ന് തോന്നിയാൽ, അതായത് ഇവളെ എപ്പോഴെങ്കിലും സൂര്യമംഗലത്ത് അനന്തരാവകാശിയാക്കണമെന്ന് തോന്നുകയോ അല്ലെങ്കിൽ സൂര്യനോട് എന്തെങ്കിലും ഇവളെ പറ്റി പറയണമെന്ന് തോന്നുകയോ ചെയ്ത ആ നിമിഷം മുതൽ ഇവളുടെ ആയുസ് തീർന്നെന്ന് കൂടി നീ മനസ്സിലായിക്കോ. ക്രൂരമായ വാക്കുകളോടെ നാരായണൻ ഒരിക്കൽ കൂടി അവളെ ഓർമ്മിപ്പിക്കുമ്പോൾ അവൾ ആ കുഞ്ഞിനെ പാർവതിയുടെ സമീപത്തായി കിടത്തിയിരുന്നു. ശേഷം അയാളെ മുഖമുയർത്തി നോക്കി അവളുടെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി തെളിഞ്ഞെന്നു. ഇല്ല അമ്മാവ, ഞാനായിട്ട് ഒരിക്കലും ഇവിടെ ജന്മരഹസ്യം പുറത്തു പറയില്ല. കാരണം എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തന്നെയാ. പക്ഷെ അമ്മാവനെന്ന് ഓർത്തുള്ളൂ, എല്ലാ കാലവും സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു നാളാവ് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതുപോലെ ഇവളുടെ ജന്മരഹസ്യവും ഒരു നാൾ എല്ലാവരുടെ മുമ്പിലും വെളിപ്പെടും. അന്ന് ചോദ്യങ്ങളുമായി അമ്മാവന്റെ മുമ്പിൽ നിൽക്കുന്നത് അമ്മാവന്റെ സ്വന്തം മകൻ തന്നെയായിരിക്കും. ഇനിയുള്ള കാലം അത് മുന്നിൽ കണ്ടു വേണം അമ്മാവനെ ഓരോ നിമിഷവും ജീവിക്കേണ്ടത്. അയാളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ആൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അപ്പോഴും പെറ്റമ്മയുടെ അരികിൽ നിന്നകന്ന ആ കുഞ്ഞ് പോറ്റമ്മയുടെ അരികിൽ ഒരു പാൽപുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. രാജേശ്വരിയുടെ നാവിൽ നിന്ന് വീണ വാക്കിൽ കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു മനക്കിലെ ഓരോ അംഗങ്ങളും. രേവതിക്കും തനുവിനും ജീവനുണ്ടോ എന്ന് പോലും സംശയമാണ്. രാജേശ്വരി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. അങ്ങനെ സൂര്യനാരായണന്റെയും രേവതിയുടെയും മകൾ തനുശ്രീ എന്ന പേരിൽ പാർവതിയുടെയും ചന്ദ്രശേഖരന്റെയും മകളായി അറിയപ്പെട്ടു. രാജേശ്വരി പറഞ്ഞു കഴിഞ്ഞും അവിടെ നിന്നവരൊക്കെ എന്ത് പറയണമെന്നറിയാതെ പകപ്പോടെ പരസ്പരം നോക്കി നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ തനുവിലും രേവതിയിലായി തറഞ്ഞു നിന്നു. എന്നാൽ അവർ രണ്ടുപേരും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഏതോ ലോകത്തിലെന്ന പോലെ അവർ നിർവികാരതയോടെ നിന്നു. ബാക്കി നടന്നൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. ആ ഡോക്ടർ സൂര്യയുടെ അരികിൽ ചെന്ന് കുഞ്ഞു മരിച്ച വിവരം പറഞ്ഞു. പാർവതിയുടെ കുഞ്ഞിനെ രേവതിയുടെ അരികിൽ കിടത്തിയതും ഒടുവിൽ സൂര്യേട്ടൻ പ്രശ്നങ്ങളുണ്ടാക്കിയതും നാടുവിട്ടു പോയതൊക്കെ രാജേശ്വരി പറഞ്ഞു നിർത്തിയതും രാജശേഖരന്റെയും ശ്രീദേവിയുടെയും മനസ്സിലൂടെ ആ ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരുന്നു. അവർക്കാർക്കും തിരിച്ചൊരു മറുപടി പറയാൻ പോലും ഉണ്ടായിരുന്നില്ല. ദത്തന്റെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നുപോയി. അവന്റെ കണ്ണുകൾ തനുവിന്റെ നേർക്ക് നീണ്ടു. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത അറിഞ്ഞു നിൽക്കുകയാണ് അവൾ. കണ്ണുകൾ പോലും ചിമ്മാതെ അതേ നിൽപ്പ് നിൽക്കുന്നു. അവനൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അവളോട് എന്തു പറയണമെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്തു പറയാം അവളോട്? നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ ദ്രോഹിച്ചെന്നോ? അവനാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. അവളുടെ അരികിലേക്ക് ചെല്ലാൻ അവന്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും ആ നിമിഷം അവൻ അതിനു പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അല്പസമയം ആ ഹാളിൽ ആ നിശബ്ദ തളം കെട്ടി നിന്നു. രാജേശ്വരി ദീർഘശ്വാസം എടുത്തുകൊണ്ട് രേവതിയുടെ അരികിലേക്ക് ചെന്നു. രേവു. ആൾ രേവതിയുടെ ഇരു കൈകളിൽ മുറുകെ പിടിച്ചു. രേവു, ഞാൻ നിന്നോട് ചെയ്ത് പൊറുക്കാനാവാത്ത തെറ്റാ. ഒരമ്മയിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ പിരിക്കുക എന്നതിൽ പരം പാപം വേറെ ഒന്നുമില്ല. പക്ഷെ രേവു, അന്നെൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ലടി. എന്ത് വില കൊടുത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവരക്ഷയെന്നൊരൊറ്റ ചിന്ത മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നിമിഷത്തേക്കെങ്കിലും അവരെ ഞാൻ എതിർത്താൽ, അവരുടെ വാക്കിനെ ഞാൻ ധിക്കരിച്ചാൽ, അവർ നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു കളയെന്ന് ഞാൻ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരോടൊന്നും പറയാതിരുന്നു. അതിൻ്റെ ഇടയിൽ സൂര്യേട്ടൻ നാട് വിട്ടുപോയി. നീയാണെങ്കിൽ മാനസിക നില തെറ്റി ഹോസ്പിറ്റലുമായി. പിന്നെ ആരോടാ പറയാ? എന്താണ് ചെയ്യേണ്ടത്? ഒന്നും എനിക്കറിയില്ലായിരുന്നടി. രാജേശ്വരി നിറകണ്ണുകളോട് അവളെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴീ രേവതി കണ്ണിമച്ചിമ്മാതെ ഒരേ ദിശയിലേക്ക് തന്നെ നോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നീ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം പലപ്പോഴും നിന്നോടെല്ലാം തുറന്നു പറയാൻ ശ്രമിച്ചു. എങ്കിലും സൂര്യേട്ടൻ്റെ അഭാവത്തിൽ നിന്നോട് പറയാൻ ഞാൻ ഭയന്നു രേവു. നീ എന്തെങ്കിലും എടുത്തിയാടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനെ തന്നെ ബാധിക്കുമായിരുന്നു. എൻ്റെ ഒരു ചെറിയ കൈപ്പിഴ കൊണ്ട് പോലും നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എൻ്റെ സങ്കടം എനിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അത്രയ്ക്ക് ദുഷ്ടന്മാരായിരുന്നു രേവു. മനക്കിലെ ഗോവിന്ദവർമ്മയും സൂര്യമംഗലത്തെ നാരായണവർമ്മയും. നിറകണ്ണുകളോടെ രേവതിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് രാജേശ്വരി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അച്ഛൻ്റെയും അമ്മാവിൻ്റെയും മരണശേഷം നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് കരുതിയെങ്കിലും അപ്പോഴും എന്തോന്ന് എന്നെ പിന്നിലേക്ക് വലിച്ചു. ചിലപ്പോൾ അതുവരെ നിന്നിൽ നിന്ന് മറച്ചു വെച്ചെല്ലാം വർഷങ്ങൾക്ക് ശേഷം നിന്നോട് പറയുമ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുന്ന ഓർത്തായിരിക്കും. എനിക്കറിയില്ല രേവു, ഓരോ ദിവസം ഞാൻ ഉരുകിരിയായിരുന്നു കഴിഞ്ഞത്. രാജേശ്വരി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും നിർവികാരതയോടെ നിൽക്കുന്ന രേവതി എല്ലാവരുടെ ഉള്ളിലും ഭയം നിറച്ചു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവളുടെ ഇരുകവിളിലും കൈവച്ചുകൊണ്ട് രാജേശ്വരി അവളുടെ മുഖത്തേക്കും നോക്കി. ഇനിയും നിന്നിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല രേവു. നീ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നൊന്നും സത്യമായിരുന്നില്ല. നിന്റെ കുഞ്ഞിനെ നീ കൊന്നിട്ടില്ല. നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. നിന്റെ മുന്നിൽ തന്നെ അവൾ വളർന്നു. നീ ജന്മം നൽകിയ മകളാണെന്നറിയാതെ ഒരമ്മ മകൾക്ക് നൽകുന്ന എല്ലാ സ്നേഹവും വാത്സല്യവും നൽകി തന്നെ നീ അവളെ വളർത്തി. ഇന്ന് അവൾ നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിന്റെ കുഞ്ഞായി, സൂര്യനാരായണന്റെയും രേവതിയുടെയും മകളായി, തനുശ്രീ സൂര്യനാരായണൻ. അതും പറഞ്ഞുകൊണ്ട് രാജേശ്വരി തനുവിനെ അവളുടെ മുന്നിൽ പിടിച്ചിരുത്തിയതും രേവതിയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. നിമിഷങ്ങൾക്കകം അത് മുകളിലേക്ക് മലച്ചു.
രാജേശ്വരിക്കും തനുവിനും പിടിക്കാൻ കഴിയും മുന്നേ അവൾ പിന്നിലേക്ക് മറന്നു വീണു. രേവു! എല്ലാവരും നിലവിളിയോടെ അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നുവെങ്കിലും അതിനു മുന്നേ 2 ബലിഷ്ഠമായ കരങ്ങൾ അവൾ താങ്ങി പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവരെല്ലാം തറഞ്ഞെന്ന് പോയി. സൂര്യൻ! രാജശേഖരന്റെ നാവിൽ നിന്ന് അവന്റെ പേര് വീണതും ആൾ നിറകണ്ണുകളോടെ മുഖമുയർത്തി എല്ലാവരെയും നോക്കി. ശേഷം ഏറ്റവും ഒടുവിലായി ആ കണ്ണുകൾ തനുവിന്റെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. നവജാത ശിശുവിന്റെ ഉറക്കെയുള്ള അലറിക്കരച്ചിൽ കേട്ടതും രേവതി പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. ആൾ ചുറ്റിനും നോക്കിയതും തന്റെ മുന്നിലെ കിടക്കയിൽ വെളുത്ത ടവലിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. എന്റെ കുഞ്ഞു! ആളുടെ ഉള്ള മന്ത്രിച്ചുകൊണ്ടിരുന്നു. പതിയെ അവൾ ആ കുഞ്ഞിനെ വാരിയെടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും പെട്ടെന്ന് ആ കുഞ്ഞ് അവിടുന്ന് അപ്രത്യക്ഷമായി. മോളെ! എന്റെ മോളെ! അവൾ അലറി വിളിച്ചുകൊണ്ട് ആ മുറിയിലാകെ തിരയാൻ തുടങ്ങി. സൈഡിലെ ടേബിളും കസേരയും എല്ലാം തട്ടിമറിച്ചിട്ടുകൊണ്ട് ആൾ ആ മുറിയുടെ ഓരോ മുക്കിലും മൂലയിലും വരെ തന്റെ കുഞ്ഞിനെ തിരയാൻ തുടങ്ങി. എന്റെ കുഞ്ഞ്! എന്റെ മോള്! ആളുടെ നാവിൽ ആ 2 വാക്കുകൾ മാത്രം മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഒരിടത്തും തന്റെ കുഞ്ഞിനെ കാണാതെ വന്നു ആൾക്കാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. തലക്കകത്താകെ ഒരു മൂളക്കം പോലെ, തല വെട്ടിപ്പുളയുന്ന പോലെ തോന്നിയതും അവൾ മുടിക്കിടയിലൂടെ കൈവിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് അലറി വിളിച്ചു. പെട്ടെന്ന് ചുറ്റിനെ ആരുടെയൊക്കെ അലറിക്കരച്ചിൽ കേട്ടു. അവൾ കണ്ണുറന്ന് നോക്കിയതും തന്റെ കുഞ്ഞ് ശ്വാസത്തിനായി പിടക്കുന്നതാണ് കാണുന്നത്. മോളെ! അയ്യോ എന്റെ കുഞ്ഞ്! ആൾ ഓടി വന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്തു. ആൾ കുഞ്ഞിനെ തന്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തട്ടിക്കൊടുത്തെങ്കിലും അതിന്റെ കരച്ചിലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് അവൾ പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് പാൽ കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളിൽ നിന്ന് ഒരിറ്റു പാല് കുടിക്കാൻ പോലും കഴിയാതെ കുഞ്ഞലറി കരഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അതിന്റെ ശ്വാസം കുറഞ്ഞു വന്നു. നിമിഷങ്ങൾക്കകം പൂർണ്ണമായും ശ്വാസം നിലച്ച മട്ടിൽ ആ കുഞ്ഞിനെ കാണപ്പെട്ടു. അയ്യോ എന്റെ കുഞ്ഞ്! മോളെ! മോളെ കണ്ണുറക്ക്! അമ്മയാ! വാവേ! അവൾ അലറിക്കരഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ ജീവനില്ലാത്ത ശരീരത്തെ തന്റെ മാറോട് ചേർത്ത് ചുറ്റിപ്പിടിച്ചു. മോളെ! ഞെട്ടിലോടെ രേവതി കണ്ണുകൾ വലിച്ചുറന്നു. ചുറ്റിനും തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശത്തിൽ അവളുടെ മുഖം ചുളിഞ്ഞു. ഒരു നിമിഷം അവൾക്ക് ചുറ്റിനുമുള്ള കാഴ്ചകളെല്ലാം അവ്യക്തമായിരുന്നു. അവൾ കണ്ണുകൾ ഒന്നുകൂടെ ചിമ്മി തുറന്നുകൊണ്ട് ചുറ്റിനും നോക്കി. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പരിചിതമായിരുന്ന മുറിയാണെങ്കിൽ പോലും അവൾക്ക് ആ നിമിഷം വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവൾ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും തന്നെ ആരോ ചേർത്തു പിടിക്കുന്ന പോലെ തോന്നി. ആ നിമിഷമാണ് താൻ ആരുടെയോ നെഞ്ചിൽ ചേർന്ന് കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ അസ്വസ്ഥതയോടെ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ആ കരങ്ങൾ വീണ്ടും അവളെ മുറുകെ പിടിച്ചു. പതിയെ രേവു! വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ ഒരു നിമിഷം നിശ്ചലമായി. തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ കൈകളിലെ ചൂട്, കഴുത്തിൽ പതിയുന്ന നിശ്വാസം, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരിക്കലും അതിന്റെ ഓർമ്മകൾ തന്നിൽ നിന്ന് അകന്നു പോവില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ആ നിമിഷം ചെവിയിൽ ആരുടെയോ ആക്രോശങ്ങളും അട്ടഹാസങ്ങളും മുഴങ്ങുന്ന പോലെ തോന്നി. ഒരിക്കൽ കൂടി അവളുടെ മനസ്സിലേക്ക് അന്നത്തെ രാത്രി കടന്നു വന്നു. തന്റെ പ്രാണനും പ്രാണനും തന്നിൽ നിന്ന് അകന്നു പോയ ആ ദിവസം, തനിക്ക് നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ച ആ ദിവസം. അന്നത്തെ ഓരോ സംഭവങ്ങളും മനസ്സിൽ തെളിഞ്ഞു വരും തോറും അവളുടെ മുഖമാകെ വലിഞ്ഞു മുറുകി. അവർ കണ്ണുകൾ മുറുക്കെ അടച്ച് മുഷ്ടി ഉരുട്ടിയിരുന്നു. രേവു! പെട്ടെന്ന് അവളുടെ വയറ്റിലൂടെ ഇരികകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് സൂര്യൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് പതിയെ വിളിച്ചു. ആ നിമിഷം അവൾക്ക് അവൻ സ്പർശിച്ചിടം ചുട്ടുള്ളുന്ന പോലെ തോന്നി. ശരീരമാകെ ആരോ ചീതയിൽ വെച്ച് കത്തിച്ച പോലെ. അതോടൊപ്പം തന്നെ മനസ്സിൽ പല കാര്യങ്ങളും കടന്നു വന്നും തന്റെ വയറിലൂടെ അമർത്തി പിടിച്ചിരിക്കുന്ന സൂര്യന്റെ കൈകളെ തട്ടിയെറിഞ്ഞുകൊണ്ട് അവൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. എന്നാൽ അവനെ കാണാതിരുന്നപ്പോഴുള്ള അവളുടെ മുഖഭാവമായിരുന്നില്ല അവനെ തൊട്ടുമുമ്പിൽ കണ്ടപ്പോൾ. വർഷങ്ങൾക്ക് ശേഷം തന്റെ തൊട്ടുമുന്നിൽ അവനെ വീണ്ടും കണ്ടതും അവൾ ഒരു നിമിഷം പകച്ചു നിന്നു. ചലിക്കാൻ പോലും ആവാത്ത വിധം സ്തംഭനാവസ്ഥയിൽ എന്ന പോലെ അവൾ അവന്റെ മുമ്പിൽ നിന്നു. രേവു! അവൾ ആ വിളി കേട്ടുവോ എന്ന് പോലും സംശയമാണ്. അവളുടെ കണ്ണുകൾ പോലും ചലിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പോലും അവന് സംശയം തോന്നി. രേവു! മോളെ! ആ നിടർച്ചയോടെ വിളിച്ചുകൊണ്ട് അവളുടെ ഇരുകവിലുമായി കൈകൾ ചേർത്ത് വെച്ചു. ആ നിമിഷം അവരുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. ചെവിയിലെ ഒരു കുഞ്ഞു കരച്ചിൽ അലയടിക്കുന്ന പോലെ. അതോടൊപ്പം തനിക്ക് നേരെ ഉയരുന്ന അട്ടഹാസങ്ങളും. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് സൂര്യൻ തന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും കടന്നു വന്നു. ഇനിയും നിന്റെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല രേവതി. നീ കാരണം എന്റെ ജീവിതമാണ് തകർന്ന്. എന്നെ ചതിച്ചവളുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ മാത്രമുള്ള വിശാല മനസ്കതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിന്റെ വയറ്റിലുള്ള എന്റെ കുഞ്ഞ് അതിനെനിക്ക് വേണം. ഈ നാട്ടിലുള്ള ഓരോ പുൽക്കടിക്ക് പോലും അറിയാം നിന്റെ വയറ്റിൽ വളരുന്ന ഈ സൂര്യനാരായണന്റെ കുഞ്ഞാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ അല്ലെങ്കിൽ അവൾ ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ ഈ സൂര്യനാരായണന്റെ കുഞ്ഞായിട്ട് തന്നെ വളരണം. അതെനിക്ക് നിർബന്ധമാണ്. എന്റെ കുഞ്ഞ് ജനിച്ച ഉടനെ എന്റെ കൈകൾ വെച്ച് തന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ സൂര്യനാരായണൻ ആരാണെന്ന് നീ ശരിക്കും അറിയും. പ്രസവിച്ച ഉടനെ എന്റെ കൈയിലേക്ക് വെച്ച് തന്നിരിക്കണം എന്റെ കുഞ്ഞിനെ. അന്നേരം അവകാശവാദമായിട്ടെങ്ങാനും വന്നാ നിന്നെ കൊന്നുകളയാൻ പോലും മടിക്കില്ല ഈ സൂര്യനാരായണൻ. ഓർത്തു വെച്ചോ നീ.
പന്ന പൊലയാടി മോളെ, എന്നോടുള്ള ദേഷ്യത്തിൽ നീ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞോട് മഹാഭാവി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കുഞ്ഞിനെ കൊന്ന് നീയുനി ജീവിച്ചിരിക്കണ്ട. സൂര്യൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്ന പോലെ തോന്നി. അവൾ ഇരുകൈകൾ കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചിരുന്നു. സൂര്യൻ അവളുടെ ഭാവമാറ്റം കണ്ട് പകപ്പോടെ നിന്നു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ ഈ അവസ്ഥയ്ക്ക് താൻ ഒറ്റൊരാൾ മാത്രമാണ് കാരണം. അന്ന് താനെന്ന് അവളെ കേട്ടിരുന്നെങ്കിൽ, അവളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവളെ ഒന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെയെങ്കിൽ തന്റെ പെണ്ണിനും കുഞ്ഞിനും ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. അയാൾ വേദനയോടെ ഓർത്തു. നിമിഷങ്ങൾക്കകം രേവതിയുടെ മനസ്സാ കലങ്ങി മറിഞ്ഞു. അവിടേക്ക് രാജേശ്വരി പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു. ഇനിയും നിന്നിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല രേവു. നീ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നൊന്നും സത്യമായിരുന്നില്ല. നിന്റെ കുഞ്ഞിനെ നീ കൊന്നിട്ടില്ല. നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. നിന്റെ മുന്നിൽ തന്നെ അവൾ വളർന്നു. നീ ജന്മം നൽകിയ മകളാണെന്നറിയാതെ ഒരമ്മ മകൾക്ക് നൽകുന്ന എല്ലാ സ്നേഹവും വാത്സല്യവും നൽകി തന്നെ നീ അവളെ വളർത്തി. ഇന്ന് അവൾ നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്, നിന്റെ കുഞ്ഞായി. സൂര്യനാരായണന്റെയും രേവതിയുടെയും മകളായി തനുശ്രീ സൂര്യനാരായണൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.